ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ. ഓക്കെ, ഞാൻ കേട്ടു ഭയങ്കര ഹാപ്പി, ഭയങ്കര ഗ്രേറ്റ്ഫുൾ. പ്ലീസ് വീട് പോയിട്ട് ചേട്ടാ അവിടെ ആക്ച്വലി ഇരുന്നിട്ട് സംസാരിക്കും. എനിക്ക് പേടി നിങ്ങൾ വീഴുമോ എന്നുള്ളൊരു പേടി. പ്ലീസ് വാച്ച്. ആ നമ്മുടെ പ്ലാൻസ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി നല്ല ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പോൾ കേൾക്കുന്ന റെസ്പോൺസസ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന്. എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. നമ്മളും എൻജോയ് ചെയ്ത പടം ചെയ്തത്. സോ അവർ ഈക്വലി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് പടം ഇറങ്ങാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇറ്റ്സ് ഗുഡ്. സോ ഞാൻ ആൾക്കാരെ കണ്ട് പേടിക്കുന്നത്. അതാണ് ദ കോൺസെപ്റ്റ് ഓഫ് ദ പോസ്റ്റ്. അത് കാണുമ്പോൾ ഈ റെഫറൻസസ് കാണുമ്പോൾ ഓക്കെ ഇവർക്കിത് കിട്ടിയല്ലോ. നമ്മൾ ഓരോ റെഫറൻസസ് ഇടുമ്പോൾ ഇപ്പൊ ഞാൻ ബാക്ക്വേർഡ്സ് ഓക്കെ ഓരോ റെഫറൻസസ് ഇടുമ്പോൾ ഫുൾ ഞാൻ ആക്ച്വലി സിനിമ റിലീസായി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ റെഫറൻസ് ഇടുമ്പോൾ ഞാൻ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോണിറ്ററിൽ നോക്കൂല. അപ്പോൾ ഐ ഡിഡ്ന്റ് സീ അറ്റ് ഓൾ, പടം കണ്ടിട്ടേ ഇല്ല. സോ റെഫറൻസ് ഇടുമ്പോൾ ഞാൻ ഓ ഈ സീനാണല്ലേ. അപ്പോൾ ഒരു ദിവസം കണ്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പടം കണ്ടപ്പോൾ ഞാനാണെങ്കിൽ ഓരോ ആൾക്കാർ സ്റ്റോറി ഇടുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ ഓക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ലൈക്ക് പെർഫോമൻസ് ഇപ്പോൾ ആൾക്കാരുടെ അംഗീകാരം കിട്ടാൻ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ബിക്കോസ് എല്ലാവരും ഓണസ്റ്റായിട്ടേ പറയുള്ളൂ. ശരിക്കും എല്ലാവരും ക്രിട്ടിക്കലായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. സോ അവർ അത്രയും ഓണസ്റ്റായിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഒരു 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 നല്ലൊരു ഫീലിംഗ്. ഇപ്പോൾ എൻ്റെ ഹാർട്ടിൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും അത്രയും ഓണസ്റ്റായിട്ട് പടം കണ്ടിട്ട് അത്രയും ഓണസ്റ്റായിട്ട് അവർ അവർ ഓരോ സീൻ എടുത്തെടുത്ത് പറയും. ഈ സീനിൽ ഇത് പറഞ്ഞപ്പോൾ ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഓർമ്മ വരുന്നു. ഓർ ചിലർക്ക് അവരുടെ സിസ്റ്ററിന് ഓർമ്മ വരും, ചിലർ അവരുടെ മോളെ ഓർമ്മ വരും. സം പീപ്പിൾ അവരുടെ ആരെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സോ ഇഫ് ദേ ആർ റിയലി ഏബിൾ ടു അത്രയും ഹോൾഡ് ദ ക്യാരക്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ക്യാരക്ടർ, ആ ക്യാരക്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ആസ് ഡെലൂലു വുഡ് ബി ഹാപ്പി to see how the people are responding. ആൾക്കാർ എന്ത് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ ഡെലൂലു വിൽ ബി റിയലി ഹാപ്പി ഐ ഫീൽ. ആൻഡ് ഇറ്റ്സ് വേറൊരു ഫീലിംഗ്. ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഐ ഡിഡ്ന്റ് തിങ്ക്. ലൈക്ക് ഇത്രയും ലവ് ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഐ നെവർ തോട്ട്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വണ്ടർഫുൾ. ഈ പടം കണ്ട ഇറങ്ങിയ ആൾക്കാരെ ഈ പ്രേതത്തിനോട് ക്രഷ് തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. അതാ ഐ മീൻ ഞാൻ ചില റീൽസ് കാണുമ്പോൾ നല്ല കോമഡിയാണ്. സം പീപ്പിൾ രാത്രി എണീറ്റ് നിന്നിട്ട് ഞാൻ ഡെലൂലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പറഞ്ഞ് വീഡിയോസ് ഇടുന്നു. സോ അങ്ങനത്തെ കുറേ മീംസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് കാണുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. ഇപ്പോ പ്രേതം ഇപ്പം ഇല്ലേ ആദ്യമായിട്ടാണ് ഈ മനുഷ്യന്മാരെ പേടിയുള്ള പ്രേതം വരുന്നത് ആദ്യമായിട്ടാണ്. ഈ മനുഷ്യന്മാരെ കാണുമ്പോൾ ഓടിക്കളയ പ്രേതം. അതാ ഇത് ആക്ച്വലി അഖിൽ ചേട്ടൻ്റെ കോൺസെപ്റ്റ്. അഖിൽ ചേട്ടൻ ഡയറക്ടർ. സോ അഖിൽ ചേട്ടൻ പ്രേതപ്പടം പേടിയുള്ള ആളാണ് അഖിൽ ചേട്ടനും നിവിൻ ചേട്ടനും. സോ അവർക്ക് പ്രേതത്തിന് പേടിയുള്ളതുകൊണ്ട് അവർ പ്രേതത്തിന് ആൾക്കാരെ പേടിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതിൽ വന്നത്. പിന്നെ നമ്മൾക്ക് മൂന്നുപേർക്കും അത് നല്ല സിങ്കായി. ബിക്കോസ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോവും. അപ്പോൾ എല്ലാം കൂടെയും കറക്റ്റ് സിങ്കായി. അത് നല്ലൊരു ഹ്യൂമറസ് ഇത് രീതിയിൽ വർക്കായി. ഈ സത്യനന്ദിക്കാട് ലാലേട്ടനെ പൂക്കിയാക്കിയ പോലെ അഖിൽ സത്യൻ നിവിൻ പോളിനെ പൂക്കിയാക്കിയ പോലെ എന്തോ അഖിൽ സത്യൻ ഈ സത്യനന്ദിക്കാട് ലാലേട്ടനെ പൂക്കിയാക്കിയല്ലോ. അതെ ലിറ്ററലി. ആക്ച്വലി നിവിൻ ചേട്ടനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും കംഫർട്ട് തരുന്നുണ്ട്. നമുക്ക് തന്നെ തോന്നിപ്പോകും ഹീ സച്ച് എ പൂക്കി. അപ്പം ഞാൻ തന്നെ പോയി യു ആർ പൂക്കി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഒരു സീനിൽ നാണം വരുന്നൊരു സീനുണ്ട്. വോയിസ് നോട്ടിൽ ഐ ഹാവ് സെൻഡ് ദ ലൊക്കേഷൻ. അപ്പോൾ അതിൽ ആ മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞ എന്താ പൂക്കി പ്രഭയ്ക്ക് നാണം വരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിൽ അത് വന്നതാണ്. ബിക്കോസ് ഓഫ് ദാറ്റ്
നിവിൻ ചേട്ടൻ തരുന്ന ഒരു ഓറ കൊണ്ട് അത് ഇങ്ങ് പറഞ്ഞു നമ്മൾ ആരായാലും പറഞ്ഞു ബിക്കോസ് ഹീ ഈസ് വെരി കുക്കി കൂൾ യുനോ സോ അങ്ങനെയാണ് അത് വന്നത്. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ ക്രിഞ്ച് ആവേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ആക്ച്വലി ഇങ്ങനത്തെ റെസ്പോൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇതൊരു വേറൊരു പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു ഞാനിത് കേട്ടപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലേ, ഇറ്റ്സ് ടഫ്. ബിക്കോസ് അഖിൽ ചേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഡയലോഗ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഞാൻ എങ്ങനെ പറയും അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അഖിൽ ചേട്ടാ ഐ ഫീൽ വെരി ക്ലോസ് ടു ദ ക്യാരക്ടർ, എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നുന്നു. അപ്പോൾ അഖിൽ ചേട്ടൻ പറയാണ് റിയയുടെ രീതിയിൽ സംസാരിച്ചാൽ മതി. സോ എനിക്കൊരു ഫ്രീഡം തന്നുകൊണ്ട് ഞാനൊരു സിറ്റുവേഷനിലിരുന്നാൽ ഞാൻ എന്ത് പറയും അതേപോലെ ആയിരുന്നു ഞാൻ ചെയ്തത്. സോ ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും അത്രയും ജെന്യുവൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. സോ മേ ബി ദാറ്റ്സ് വൈ ഇറ്റ് ഫീൽസ് ലൈക്ക് ഓ ഇപ്പം എൻ്റെ അടുത്ത് പറയുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പം ഞാനും അത് പറയുമ്പോൾ ഒരു ഫ്രണ്ടിനെ സെറ്റാക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ കളിയാക്കിയൊക്കെ പറയൂലേ എന്താ ഐ തിങ്ക് ഷീസ് ഇൻ ടു അങ്ങനെയൊക്കെ. സോ ജസ്റ്റ് ലൈക്ക് ഓൺ ദ സ്പോട്ടിൽ അഖിൽ ചേട്ടൻ തന്നെ ഒരു ഫ്രീഡം ആൻഡ് സ്പേസ് തരും. ഇങ്ങനെ പ്രിയ ഇങ്ങനെ സംസാരിച്ചാൽ മതി. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് വൈ ഇറ്റ്സ് ബിക്കോസ് അഖിൽ ചേട്ടൻ എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസും അങ്ങനത്തെ ഒരു സറൗണ്ടിങ് തന്നുകൊണ്ട് ആ ഒരു മീറ്റർ വാസ് ഏബിൾ ടു അച്ചീവ്. ഈ റിയന്റെ ഈ ഒറിജിനൽ ബിഹേവിയർ ഒക്കെ കണ്ടിട്ടാണ് ഈ പ്രേതത്തിൽ കാസ്റ്റ് ചെയ്തതെന്ന് പറയണ്ടേ. അപ്പോൾ ഈ പ്രേതം റിയായിട്ട് എന്തെങ്കിലും അടുപ്പുണ്ടോ മീൻസ് നിങ്ങളുടെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും? അതെ ആക്ച്വലി ഞാനും ഡെലുലും സെയിം ആണ്. ജസ്റ്റ് ഡെലുലു പ്രേതമാണ്, ഞാൻ റിയൽ ലൈഫ്. ആൻഡ് പേര് മായ, ഞാൻ റിയ. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ബിക്കോസ് എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. പിന്നെ എഴുതി വന്ന് നമ്മൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ, ഞാനും അഖിൽ ചേട്ടൻ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അഖിൽ ചേട്ടൻ എൻ്റെ മാനറിസംസ് ഇൻക്ലൂഡ് ചെയ്ത് റൈറ്റിങ്ങിൽ അത് ഇൻക്ലൂഡായി. സോ അങ്ങനെയാണ് കുറേ ഇത് ഡെവലപ്പ് ആയത്. അങ്ങനെ അഖിൽ ചേട്ടൻ എന്നോട് പറഞ്ഞു. താങ്കളൊരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ, ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് താങ്കൾ എന്തുവാ താങ്കൾ എങ്ങനെയാണ് പുള്ളി കണ്ടെത്തുന്നത്? ശരിക്കും അഖിൽ ചേട്ടനെ അഖിൽ ചേട്ടൻ ഞാനല്ല, അഖിൽ ചേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്തത്. അഖിൽ ചേട്ടൻ ഒരു റീല് കണ്ടപ്പോൾ എൻ്റെ സംസാരം കണ്ടിട്ട് ഓക്കെ ഈ കുട്ടി ഡെലുലുവിന് സെറ്റാണല്ലോ എന്ന് തോന്നിയപ്പോൾ എൻ്റെ പപ്പനെ വിളിച്ചു. പപ്പയുടെ നമ്പർ ഉണ്ടായിരുന്നു. പപ്പനെ വിളിച്ചിട്ട് സമയമായി. പപ്പനെ വിളിച്ചിട്ട് അങ്ങനെയാണ് വി ഗോട്ട് ഇറ്റ്. പിന്നെ എന്നെ വിളിച്ചു ആൻഡ് വി ടോക്ക് ആൻഡ് അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോഴേ സെറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷമാണ്. ഞാൻ വലിയ നിവിൻ ചേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് തന്നെ പടം കാണുമ്പോൾ ഞാനൊരു ഫാനായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ദേ കോൾ മീ. അപ്പോൾ ഞാൻ ഓക്കെ അല്ല അങ്ങനെ പേടി ഞെട്ടുന്ന സീൻസ് കോമഡി ആയിരുന്നു. ആക്ച്വലി നല്ല കോമഡി ആയിരുന്നു. ഞാൻ ഞെട്ടുമ്പോൾ നിവിൻ ചേട്ടൻ ഞെട്ടും. അപ്പം നമ്മൾ ഞെട്ടുന്ന കണ്ട് നമ്മൾ തന്നെ ചിരിക്കും. അപ്പം അങ്ങനെ കുറേ ടേക്ക് പോകും. നമ്മൾ ചിരിക്കുന്ന കാരണം നമ്മൾ കുറേ ടേക്ക് പോകും. സോ അത് നല്ല ഫണ്ണായിട്ടാണ് നമ്മൾ ചെയ്തത്. സോ എനിക്ക് നല്ല എൻജോയ് ചെയ്തു. പിന്നെ ചില സീൻസിൽ ഞെട്ടുമ്പോൾ സീനായതുകൊണ്ട് നമ്മൾ പേടിക്കില്ല, ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കില്ല. പക്ഷെ ശരിക്കും അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ പേടിക്കും. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഞെട്ടി കാറിയതുകൊണ്ട് നമ്മളെല്ലാവരും ചിരിക്കുകയും ചെയ്യും. കട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിരിക്കും. ബിക്കോസ് നമ്മൾ ഒരുമിച്ചല്ലേ കാറുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. അതെ എല്ലാവരും ഇപ്പം ഡെലിവറി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു സിനിമയിൽ നായികയായിട്ട് കുറച്ച് അധികം നാളായിട്ടില്ല. പക്ഷെ എന്നാലും ചെറിയ സിനിമയ്ക്ക് പുറത്തൊരു ചോദിക്കണം. ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ വിജയ് സാറിന് ഒരുപാട് അടുത്ത ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വിജയ് ഇന്നലെ പുള്ളിയുടെ ലാസ്റ്റ് പടത്തിൻ്റെ ഒരു ഓഡിയോ എന്താ ആ ഒരു പുള്ളിനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് വിജയ് സാർ പണ്ട് ഞാൻ കുഞ്ഞായപ്പോൾ അപ്പം കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുഞ്ഞായതുകൊണ്ട് എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞോളൂ ഞാനിങ്ങനെ വിജയ് സാർ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ പണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു സ്റ്റാർ. എൻ്റെ ചൈൽഡ്ഹുഡ് അല്ലേ വിജയ് സാറിൻ്റെ പടങ്ങൾ. സോ എനിക്ക് കാണുമ്പോൾ ഒരു സ്റ്റാറിനെ കാണുന്നുള്ളൊരു ഹാപ്പിനെസ്സും സന്തോഷമായിരുന്നു ആ സമയം. സോ എനിക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഇത്. ഇപ്പോൾ നായികയായി പിന്നെ അപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് പടം കഴിഞ്ഞു. പുള്ളിയുടെ ഒരു നായികയാവത്തിലൊരു സങ്കടം ഉണ്ടോ? അത് പിന്നെ അഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എടുക്കും. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ ഹീസ് ചേഞ്ചിങ് ഹിസ് ട്രാക്ക് റേറ്റ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഹി ഡസ് ബെസ്റ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ നിവിൻപോളി തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നിവിൻപോളി പഴയ നിവിൻപോളി തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മുഹൂർത്തത്തിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം അത് എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാൻ പടം ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ
പടത്തിൽ വർക്ക് ചെയ്തതെന്ന് മറന്നുപോയി. ബിക്കോസ് ആദ്യം നിവിൻ ചേട്ടൻ്റെ ഇത് കാണുമ്പോൾ ഇപ്പോൾ നിവിൻ ചേട്ടൻ്റെ ഫാനായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് കാണുമല്ലോ, എന്നിട്ട് ആ എക്സ്പ്രഷൻസും ആ കോമഡിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്ത് മിസ് ചെയ്തു, ഒരു ഫുൾനെസ്, ഒരു നല്ലൊരു സന്തോഷം വരുന്നത്. ഞാൻ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ചിരിക്കായിരുന്നു. ഞാൻ തന്നെ പിന്നെ നിവിൻ ചേട്ടൻ്റെ വൈഫാണെങ്കിൽ സ്വന്തം പടം കണ്ടിട്ട് ആദ്യമായിട്ട് ചിരിക്കുന്ന ആളാണ്. എന്നിട്ട് ഞാൻ നല്ല എൻജോയ് ചെയ്താണ് പടം കണ്ടത്. ബിക്കോസ് നിവിൻ ചേട്ടനെ കാണാൻ വേണ്ടി ഞാനും ഇങ്ങനെ ഒരു ഓഡിയൻസ് ആയിട്ടാണ് കണ്ടത്. ഭയങ്കര സന്തോഷം. ഈ നിവിൻ ചേട്ടൻ ചിരിക്കൊരു പ്രത്യേകത ഉണ്ട്. കേരളക്കാർ മൊത്തത്തിൽ ചിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ചിരിയാണ്. അപ്പൊ ഈ സെറ്റിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഭയങ്കര ചിരിയാ. ഇന്നലെ ഒരു റീലിട്ട് അതെ. സോ അതുകൊണ്ടാണ് ഇപ്പോൾ സർവ്വമായൻ്റെ സക്സസിന് കാരണം ആ റിലാക്സേഷനും ആ കംഫർട്ട് കാരണം. ഇപ്പോൾ സംസാരിക്കുന്നതും ആയാലും എനിക്ക് അത്രയും റിലാക്സ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയത് അവർ തന്ന കംഫർട്ട്. ഇപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സീനിനെ പറ്റി ഓർത്ത് നേരെ ഡെലിവറി ചെയ്യില്ല. അപ്പോൾ നിവിൻ ചേട്ടൻ എന്താ ചെയ്യുക, ചിരിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കും. അപ്പം ഞാൻ മറന്നു പോകുമ്പോൾ വീണ്ടും ടേക്ക് പോകുമ്പം ഞാൻ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു. സോ ഇപ്പോൾ സംസാരിച്ച് ടേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ നോർമലായിട്ട് സംസാരിച്ചു. സോ ആ ചിരി അതൊരു ഇറ്റ്സ് എ വെരി യുണീക്ക് നിവിൻ ചേട്ടൻ്റെ ഒരു സാധനമാണ്. അത് നിവിൻ ചേട്ടനെ കൊണ്ട് മാത്രമേ എല്ലാവരെയും ചിരിപ്പിക്കാനും പറ്റും. പക്ഷെ ഭയങ്കര ചില്ലാണ്, നമ്മൾ ടെൻഷൻ അടിക്കില്ല. ചിരിച്ചാൽ നമ്മൾ അങ്ങനെ ചിരിച്ചു പോകും. നല്ല എൻജോയ്. പടം കൊണ്ട് കുറെ ആൾക്കാരുടെ ക്രഷായി മാറാൻ എനിക്ക് പറ്റിയില്ലേ? ഐ ഗസ് എനിക്കിത് പറയുമ്പോൾ ഷൈ ആവുന്നു. കുറെ റീലൊക്കെ കണ്ടല്ലോ. അതെ കുറെ റീലുണ്ട്.